എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റോക്സ് ഡി സെബക്ക് എങ്ങനെയാണ് ഒരു അഡ്മിറലിനെ കൊന്നതെന്നാണ്. മെറിജുവൽ വെച്ചാണ് നമ്മുടെ അഡ്മിറലിനെ കൊന്നതെന്ന് നമുക്കറിയാം. പക്ഷേങ്കിൽ നമ്മുടെ മെറിജുവൽ വെച്ച് നമ്മളെ റോക്സ് ഒരു അഡ്മിറലിനെ കൊല്ലുകയാണെങ്കിൽ നമ്മുടെ റോക്സിൻ്റെ കഥ അവിടെ വെച്ച് തന്നെ കഴിയുമായിരുന്നു. പക്ഷേങ്കിൽ അതിങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ അതിലുള്ള കാരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. നമ്മുടെ റോക്സ് എങ്ങനെയായിരിക്കും ഒരു അഡ്മിറലിനെ കൊന്നിട്ടുണ്ടാവുക, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട്, നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, ഇന്നത്തെ വീഡിയോ ഞാനൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട്, 25 സബ്സ്ക്രൈബേഴ്സ്. ഇത് നിങ്ങൾക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ അതുകൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക. ഞാൻ അധികം പറഞ്ഞു ഓർപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ വൺ പീസിലെ വൺ ഓഫ് ദ മിസ്റ്റീരിയസും അതുപോലെ തന്നെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ കൂടിയാണ് നമ്മുടെ റോക്സ് ഡി സെബക്ക്. റോക്സിൻ്റെ ഫേസ് തന്നെ റിവീൽ ചെയ്തത് കഴിഞ്ഞ ചാപ്റ്ററിലാണ്. അതുമാത്രമല്ല, അതോടെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ അച്ഛനാണ് റോക്സ് എന്നും പിന്നെ നമ്മുടെ റോക്സ് ഒരു പൈററ്റ് ആവുന്നത് തന്നെ ഒരു അഡ്മിറലിനെ കൊന്നിട്ടാണെന്നും റിവീൽ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ റോക്സ് എങ്ങനെയായിരിക്കും ഒരു അഡ്മിറലിനെ കൊന്നിട്ടുണ്ടാവും? അത് മെറിജുവൽ വെച്ചിട്ട് നമുക്കറിയാം. മെറിജുവലാണ് 5 എൽഡേഴ്സ്, ഇമോസാമ, അതുപോലെ തന്നെ ഹോളി നൈറ്റ്സ്, ഇവരൊക്കെ ഉള്ളത്. മറ്റ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മെറീൻ ഓഫീസേഴ്സും വേണമെങ്കിൽ മെറിജുവൽ ഉണ്ടായിരിക്കാം. ആ ടൈമിലാണ് നമ്മുടെ റോക്സ് ഒരു അഡ്മിറലിനെ കൊന്നിട്ട് അവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട് പോകുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു നടക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യം പോലെ തോന്നുന്നുണ്ട്. പക്ഷേ അത് നടന്നിട്ടുണ്ട്, നമ്മുടെ ഓടെ തന്നെ ഇപ്പോൾ കൺഫേമും ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഓൾ ഔട്ട് ഫൈറ്റോ അല്ലെങ്കിൽ ഇതൊന്നും അവിടെ നടന്നിട്ടുണ്ടാകില്ല. എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോക്സിന് ഒന്നെങ്കിൽ 5 എൽഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹോളി നൈറ്റ്സ് അല്ലെങ്കിൽ ഇമൂസാമ നേരിട്ട് ഇവരിൽ ആരെങ്കിലും ഓരോരുത്തർ നമ്മുടെ റോക്സിനെ അവിടെ നിന്ന് പിടിച്ചാൽ, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ റോക്സിനെ തീർച്ചയായിട്ടും അവിടെ നിന്ന് പിടിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ നിന്ന് എക്സിക്യൂട്ടും ചെയ്തേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പേരുടെ കൂടെ ഒറ്റയ്ക്ക് പിടിച്ചേക്കേണ്ട പവറൊന്നും നമ്മുടെ റോക്സിന് എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ റോക്സ് ഒരു അഡ്മിറലിനെ കൊന്നത്? ഇനി ഒരു പക്ഷേ നമുക്ക് വിചാരിക്കാം നമ്മളെ കിങ് ഹെറൽഡ് നമ്മുടെ റോക്സിനെ സഹായിച്ചിട്ടുണ്ടാകുമെന്ന്. പക്ഷേങ്കിൽ അങ്ങനെ നടക്കാനും ചാൻസ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹെറൽഡിൻ്റെ മെയിൻ ആഗ്രഹം തന്നെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് നമ്മുടെ എൽബാഫിനോട്ട് നല്ല ബന്ധം വേണമെന്നാണ്. പക്ഷേങ്കിൽ നമ്മുടെ റോക്സിനെ ഹെറൽഡ് അവിടെ നിന്ന് സഹായിച്ചാൽ എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെറൽഡ് അവിടെ നിന്ന് എന്തായാലും സഹായിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ റോക്സ് അവിടെ നിന്ന് കൊന്നത്? ചിലപ്പോൾ നമ്മുടെ റോക്സ് നമ്മുടെ ഈ അഡ്മിറലിനെ എങ്ങനെയെങ്കിലും ഒരു സീ പ്രിസൺ സ്റ്റോൺ ഉപയോഗിച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടാകും. അതിന് ശേഷമായിരിക്കും നമ്മുടെ റോക്സ് ഈ അഡ്മിറലിനെ കൊന്നിട്ടുണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, നമ്മുടെ അഡ്മിറൽസ് എല്ലാവരും പവർ യൂസേഴ്സ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ഡെയിൽ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടാകും. പിന്നെ അവരെ ഒരു സീ പ്രിസൺ സ്റ്റോൺ വെച്ച് ലോക്ക് ചെയ്താൽ പിന്നെ അവർക്ക് അവരുടെ പവർ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർ വീക്ക് ആവുകയും ചെയ്യും. ആ ടൈമിൽ അവരെ കൊല്ലുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേങ്കിൽ അത് ആരോട്ട് അറിയേയില്ല. എന്താണെന്ന് വെച്ചാൽ, അവിടെ വലിയ രീതിക്കുള്ളൊരു ഫൈറ്റൊന്നും നടക്കില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ റോക്സിന് ആ അഡ്മിറലിനെ കൊല്ലാൻ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ റോക്സും ഹെറൽഡും കൂടെ നമ്മുടെ മെറിജുവലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോകുന്നത്. അല്ലാതെ അവിടെ ഒരു വലിയ രീതിക്കുള്ള ഫൈറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ റോക്സ് എന്തായാലും ആ ബാച്ചിൽ സർവൈവ് ചെയ്യില്ലെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ 5K ആകാൻ ഒന്ന് സഹായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ചേരാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു കാണുന്നതിൽ ബൈ ബൈ.